ഡൊമസ്റ്റിക് ബയോമെട്രിക് ഡാറ്റ ഓപ്പറേറ്റർ പ്രാക്ടിക്കൽ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സെയിം എംപ്ലോയി ടേബിൾ തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. കഴിഞ്ഞ പ്രാക്ടിക്കൽ വോളിയം 6 ഉപയോഗിച്ച അതേ എംപ്ലോയി ടേബിൾ ഉപയോഗിച്ചാണ് നമ്മൾ ക്വയറീസ് ഇന്ന് വർക്ക് ചെയ്യാൻ പോകുന്നത്. ഗ്രൂപ്പ് ബൈ ക്ലോസ് ആണ് ആദ്യം നമുക്ക് പഠിക്കേണ്ടത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ക്ലോസസിനെ കുറിച്ചാണ് പഠിച്ചത്. ഏതൊക്കെ ക്ലോസ് നമ്മൾ പഠിച്ചു? ഡിസ്റ്റിങ് ക്ലോസ് പഠിച്ചു, വേർ ക്ലോസ് പഠിച്ചു, ആൻഡ് ഓർ ക്ലോസ് പഠിച്ചു, ഓർഡർ ബൈ ക്ലോസ് പഠിച്ചു. ഇനി നമുക്ക് പഠിക്കാനുള്ള ക്ലോസ് ഗ്രൂപ്പ് ബൈ ക്ലോസ് ആണ്. ഗ്രൂപ്പ് ബൈ ക്ലോസ് ഓർ ഗ്രൂപ്പ് ബൈ സ്റ്റേറ്റ്മെന്റ് ഈസ് യൂസ്ഡ് ഇൻ കൺജങ്ഷൻ വിത്ത് അഗ്രിഗേറ്റ് ഫങ്ഷൻസ് to group the result set by one or more columns. അഗ്രിഗേറ്റ് ഫംഗ്ഷൻ്റെ ഒപ്പം ഒന്നോ അതിലധികം കോളംസ് വെച്ച് നമ്മുടെ റിസൾട്ട് സെറ്റിനെ ഗ്രൂപ്പ് ചെയ്യാനാണ് ഗ്രൂപ്പ് ബൈ ക്ലോസ് ഓർ ഗ്രൂപ്പ് ബൈ സ്റ്റേറ്റ്മെന്റ് യൂസ് ചെയ്യുന്നത്. ഉദാഹരണം നമുക്ക് നോക്കാം. അതിനു മുമ്പ് സിൻടാക്സ് എങ്ങനെയാണ് ഗ്രൂപ്പ് ബൈ ക്ലോസിൻ്റെ വരുന്നത് നോക്കാം. സെലക്ട് ഏതെങ്കിലും ഒരു അഗ്രിഗേറ്റ് ഫംഗ്ഷൻ കൊടുക്കാം. ഞാനിവിടെ AVG ആണ് എക്സാമ്പിൾ ആയിട്ട് കൊടുത്തിരിക്കുന്നത്. സം യൂസ് ചെയ്യാം, മാക്സ് യൂസ് ചെയ്യാം, മിൻ യൂസ് ചെയ്യാം. എല്ലാ അഗ്രിഗേറ്റ് ഫംഗ്ഷൻസ് നമുക്ക് യൂസ് ചെയ്യാം. അഗ്രിഗേറ്റ് ഫംഗ്ഷൻ ബ്രാക്കറ്റിൽ ഏത് കോളത്തിലാണോ അഗ്രിഗേറ്റ് ഫംഗ്ഷൻ ഉപയോഗിക്കേണ്ടത് ആ കോളത്തിൻ്റെ നെയിം കൊടുക്കുക. ഫ്രം ടേബിൾ നെയിം, ടേബിളിൻ്റെ പേര്. വേർ ക്ലോസ് ഉപയോഗിച്ചതിന് ശേഷം എന്തെങ്കിലും കണ്ടീഷൻ ഉണ്ടെങ്കിൽ കൊടുക്കുക. കണ്ടീഷൻ ഇല്ലെങ്കിൽ വേർ ക്ലോസ് നമുക്ക് ഒമിറ്റ് ചെയ്യാം. ഗ്രൂപ്പ് ബൈ എന്ന ക്ലോസ് യൂസ് ചെയ്യുക. ഏത് കോളം വെച്ചിട്ടാണോ ഗ്രൂപ്പ് ചെയ്യേണ്ടത് ആ കോളത്തിൻ്റെ നെയിം ഗ്രൂപ്പ് ബൈ ക്ലോസിന് ശേഷം പ്രൊവൈഡ് ചെയ്യുക. സെമിക്കോളൻ. പ്രാക്ടിക്കൽ ആക്ടിവിറ്റി. റൈറ്റ് SQL കമാൻഡ് ടു ഫൈൻഡ് ടോട്ടൽ സാലറി ഓഫ് ഈച്ച് ഡിപ്പാർട്ട്മെന്റ്. ഓരോ ഡിപ്പാർട്ട്മെന്റിൻ്റെയും ടോട്ടൽ സാലറി പ്രത്യേകമായിട്ട് എടുത്ത് കാണണം. നമ്മുടെ എംപ്ലോയി ടേബിൾ ഒന്ന് നമുക്ക് ഓർത്തെടുക്കാം. 2 ഡിപ്പാർട്ട്മെന്റ് ആണ് നമുക്ക് ഉണ്ടായിരുന്നത്, എഡ്യൂക്കേഷനും PWDയും. ഓരോ ഡിപ്പാർട്ട്മെന്റിലെയും ടോട്ടൽ സാലറി പ്രത്യേകമായിട്ട് എടുത്ത് കാണാനാണ് നമ്മൾ അടുത്ത ക്വരി ചെയ്യുന്നത്. എങ്ങനെയാണ് നമുക്ക് നോക്കാം. സെലക്ട് ഡിപ്പാർട്ട്മെന്റ് ഡിസ്പ്ലേ ചെയ്യണമെങ്കിൽ ഡിപ്പാർട്ട്മെന്റ് എന്ന കോളം കൊടുക്കുക, കോളം നെയിം കൊടുക്കുക, കോമ. എന്താണ് കാണേണ്ടത്? സാലറിയുടെ ടോട്ടൽ ആണ് കാണേണ്ടത്. അപ്പോൾ അതിന് ഉപയോഗിക്കുന്ന അഗ്രിഗേറ്റ് ഫംഗ്ഷൻ ഏതാണ്? സം എന്ന അഗ്രിഗേറ്റ് ഫംഗ്ഷൻ ഉപയോഗിക്കുന്നു. ബ്രാക്കറ്റിൽ സാലറി ഫ്രം എംപ്ലോയി ടേബിൾ നെയിം. ഇനി ഏത് ക്ലോസ് ആണ് നമ്മൾ ഗ്രൂപ്പ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത്? ഗ്രൂപ്പ് ബൈ ക്ലോസ് യൂസ് ചെയ്യുന്നു. അതിനുശേഷം ഏത് കോളം വെച്ചാണ് ഗ്രൂപ്പ് ചെയ്യേണ്ടത്? ഡിപ്പാർട്ട്മെന്റ് വെച്ചിട്ടാണ് ഗ്രൂപ്പ് ചെയ്യേണ്ടത്. ഓരോ ഡിപ്പാർട്ട്മെന്റിലെയുമാണ് ടോട്ടൽ സാലറി കാണേണ്ടത്. അപ്പോൾ ഗ്രൂപ്പ് ബൈ ഡിപ്പാർട്ട്മെന്റ് ആ കോളത്തിന്റെ പേര് കൊടുക്കുക, സെമിക്കോളൻ. ഇനി നമുക്ക് എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നതെന്നും അതിന്റെ റിസൾട്ട് എങ്ങനെ വരുന്നു എന്നും നമുക്ക് MySQL ചെയ്ത് നോക്കാം. ഗ്രൂപ്പ് ബൈ ക്ലോസ് ഞാൻ MySQL വർക്ക് ചെയ്തിട്ടുണ്ട്. ആദ്യം കാണുന്നത് സെലക്ട് സ്റ്റാർ ഫ്രം എംപ്ലോയി, അതായത് നമ്മുടെ എംപ്ലോയി ടേബിളിനെ മുഴുവനായി എല്ലാ ഡീറ്റെയിൽസും ഡിസ്പ്ലേ ചെയ്യാനാണ് സെലക്ട് സ്റ്റാർ ഫ്രം എംപ്ലോയി എന്ന ക്വരി കൊടുക്കുന്നത്. അതെല്ലാവർക്കും അറിയാം അല്ലേ? അതിനുശേഷം ഗ്രൂപ്പ് ബൈ ക്ലോസ് ഉപയോഗിച്ചിട്ടുള്ള നമ്മുടെ ക്വരി എഴുതിയിട്ടുണ്ട്. സെലക്ട് ഡിപ്പാർട്ട്മെന്റ്, ഏതൊക്കെ കോളംസ് ആണ് വേണ്ടത്? ഡിപ്പാർട്ട്മെന്റ്, കോമ, സം ഓഫ് സാലറി, സാലറി എന്ന കോളത്തിലെ സം കാണണം. എങ്ങനെയാണ് കാണേണ്ടത്? ഫ്രം എംപ്ലോയി, അത് നമ്മുടെ ടേബിൾ നെയിമാണ്, ഫ്രം എംപ്ലോയി. ഗ്രൂപ്പ് ബൈ, ഓരോ ഡിപ്പാർട്ട്മെന്റിനെയും സാലറി ആണ്, സം ഓഫ് സാലറി ആണ് കാണേണ്ടത്. അതിനായി ഗ്രൂപ്പ് ബൈ ക്ലോസ് യൂസ് ചെയ്യുന്നു. അതിനുശേഷം ഡിപ്പാർട്ട്മെന്റ്, ഏത് കോളം വെച്ചാണ് ഗ്രൂപ്പ് ചെയ്യേണ്ടത്? ഡിപ്പാർട്ട്മെന്റ് വെച്ചാണ്. അപ്പോൾ ആ ഡിപ്പാർട്ട്മെന്റ് എന്ന കോളത്തിന്റെ പേര് കൊടുക്കുന്നു, സെമിക്കോളൻ. കണ്ടോ? ഓരോ ഡിപ്പാർട്ട്മെന്റിലെയും ടോട്ടൽ സാലറി കണ്ടുപിടിച്ച് ഡിപ്പാർട്ട്മെന്റിന്റെ പേരും സം ഓഫ് സാലറിയും ഡിസ്പ്ലേ ആയി വന്നിട്ടുണ്ട്. ഗ്രൂപ്പ് ബൈ ക്ലോസ് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത ക്ലോസ് ആയ ഹാവിംഗ് ക്ലോസിനെ കുറിച്ച് പഠിക്കാം. ഹാവിംഗ് ക്ലോസ് was added to SQL because the word keyword could not be used with aggregate functions. അഗ്രിഗേറ്റ് ഫംഗ്ഷൻസിനൊപ്പം വേർ കീവേഡ് യൂസ് ചെയ്യാൻ സാധിക്കാത്തതിനാലാണ് ഹാവിംഗ് ക്ലോസ് SQL ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ഹാവിംഗ് ക്ലോസിന്റെ സിൻടാക്സ് നോക്കാം. സെലക്ട്
എ വി ജി അല്ലാതെ തന്നെ ഏത് അഗ്രിഗേറ്റ് ഫംഗ്ഷനും നമുക്ക് ഉപയോഗിക്കാം. ഞാനിവിടെ ഉദാഹരണത്തിന് AVG ആവറേജ് കാണാനുള്ള അഗ്രിഗേറ്റ് ഫംഗ്ഷനാണ് കൊടുത്തിരിക്കുന്നത്. ഏത് കോളത്തിലാണോ അഗ്രിഗേറ്റ് ഫംഗ്ഷൻ ഉപയോഗിക്കേണ്ടത് ആ കോളത്തിന്റെ നെയിം ഫ്രം ടേബിൾ നെയിം വേർ ക്ലോസിന് ശേഷം കണ്ടീഷൻ കൊടുക്കുക. ഗ്രൂപ്പ് ബൈ ഏത് കോളം അനുസരിച്ചാണോ നമുക്ക് ഗ്രൂപ്പ് ചെയ്യേണ്ടത് അത് ഗ്രൂപ്പ് ബൈ കോളത്തിന് ശേഷം ആ കോളത്തിന്റെ നെയിം കൊടുക്കുക. ഹാവിങ് നമ്മുടെ അരിത്തമെറ്റിക് ഫംഗ്ഷൻ അഗ്രിഗേറ്റ് ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ടുള്ള അരിത്തമെറ്റിക് ഫംഗ്ഷനും കണ്ടീഷനും സ്പെസിഫൈ ചെയ്ത് കൊടുക്കുക. സെമിക്കോളൻ. അടുത്ത പ്രാക്ടിക്കൽ ആക്ടിവിറ്റി നോക്കാം. റൈറ്റ് SQL കമാൻഡ് ടു ഡിസ്പ്ലേ ദി ഡിപ്പാർട്ട്മെന്റ് ഹാവിംഗ് ടോട്ടൽ സാലറി ഗ്രേറ്റർ ദാൻ 60,000. ടോട്ടൽ സാലറി 60,000 മുകളിലുള്ള ഡിപ്പാർട്ട്മെന്റിന്റെ നെയിം ഡിസ്പ്ലേ ചെയ്യാൻ അല്ലെങ്കിൽ ഡീറ്റെയിൽസ് ഡിസ്പ്ലേ ചെയ്യാനാണ് നമ്മൾ ഈ ക്വയറി കൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ നമുക്ക് ക്വയറി കൊടുക്കാം. സെലക്ട് ഡിപ്പാർട്ട്മെന്റ് സം ഓഫ് സാലറി. എന്തൊക്കെ നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് വരും? ഡിപ്പാർട്ട്മെന്റിന്റെ നെയിമും സം ഓഫ് സാലറി ആ ഡിപ്പാർട്ട്മെന്റിൽ ഉള്ള എല്ലാ സാലറികളുടെ സമ്മും റിട്ടേൺ ചെയ്യും. ഫ്രം ടേബിൾ നെയിം അത് നമ്മുടെ എംപ്ലോയി ആണ്. ഗ്രൂപ്പ് ബൈ ഏത് ഡിപ്പാർട്ട്മെന്റ് ആണ് നമുക്ക് ഡിപ്പാർട്ട്മെന്റ് എന്ന കോളം വെച്ചാണ് നമുക്ക് ഗ്രൂപ്പ് ചെയ്യേണ്ടത്. ആ ഗ്രൂപ്പ് ബൈക്ക് ശേഷം ഡിപ്പാർട്ട്മെന്റ് എന്ന കോളത്തിന്റെ നെയിം കൊടുക്കുക. ഹാവിംഗ് അഗ്രിഗേറ്റ് ഫംഗ്ഷന്റെ ആ ഒരു സം ഓഫ് സാലറി ഗ്രേറ്റർ ദാൻ 60,000. അതായത് സാലറി ടോട്ടൽ ചെയ്തിട്ട് 60,000 മുകളിലുള്ള ഡിപ്പാർട്ട്മെന്റിന്റെ പേരും സം ഓഫ് സാലറി ആണ് ഡിസ്പ്ലേ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. അത് നമുക്ക് ഈ ക്വറിയിലൂടെ ഡിസ്പ്ലേ ആയി കിട്ടും. ഹാവിംഗ് ക്ലോസ് ഉപയോഗിച്ചിട്ടുള്ള ക്വറി MySQL വർക്ക് ചെയ്തു. സെലക്ട് ഡിപ്പാർട്ട്മെന്റ് സം ഓഫ് സാലറി ഫ്രം എംപ്ലോയി ഗ്രൂപ്പ് ബൈ ഡിപ്പാർട്ട്മെന്റ് ഹാവിംഗ് സം ഓഫ് സാലറി ഗ്രേറ്റർ ദാൻ 60,000. ടോട്ടൽ സാലറി 60,000 മുകളിലുള്ള ഡിപ്പാർട്ട്മെന്റ് നെയിം സം ഓഫ് സാലറിയും ഡിപ്പാർട്ട്മെന്റിൽ ഗ്രൂപ്പ് ചെയ്ത് ഡിപ്പാർട്ട്മെന്റിനെ അനുസരിച്ച് ഗ്രൂപ്പ് ചെയ്ത് ഡിസ്പ്ലേ ചെയ്യാനാണ് നമ്മൾ ക്വറി എഴുതിയിരിക്കുന്നത്. നമുക്ക് അതേപോലെ തന്നെ നേരത്തെ ഗ്രൂപ്പ് ബൈ ക്ലോസിൽ നമ്മൾ ചെയ്തപ്പോൾ സം ഓഫ് സാലറി നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് കിട്ടിയിരുന്നു. അതിൽ 60,000 മുകളിൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് മാത്രമാണ് സം ഓഫ് സാലറി വന്നിരിക്കുന്നത്. അപ്പോൾ ആ ഒരു എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ പേരും സം ഓഫ് സാലറിയും മാത്രം നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഹാവിംഗ് ക്ലോസ് ഉപയോഗിച്ച് SQL ക്വയറീസ് എഴുതുക. അടുത്തതായി നമുക്ക് ക്രിയേറ്റ് വ്യൂ കമാൻഡ് എങ്ങനെയാണ് ചെയ്യുക എന്ന് നോക്കാം. ക്ലോസസ് നമ്മുടെ അവസാനിച്ചു, ക്ലോസസിന്റെ ഭാഗം നമുക്ക് അവസാനിച്ചു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ക്രിയേറ്റ് വ്യൂ കമാൻഡ് ആണ്. ക്രിയേറ്റ് വ്യൂ സ്റ്റേറ്റ്മെന്റ്. എന്താണ് വ്യൂ എന്നാൽ ഒരു വിർച്വൽ ടേബിളാണ്. ഒരു SQL സ്റ്റേറ്റ്മെന്റ് റിസൾട്ട് സ്റ്റേറ്റിൽ നിന്ന് കിട്ടുന്ന ഒരു വിർച്വൽ ടേബിളിനെയാണ് വ്യൂ എന്ന് വിളിക്കുന്നത്. വ്യൂ ക്രിയേറ്റ് ചെയ്യുന്നത് നമ്മുടെ ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്ന സിൻടാക്സിനോട് വളരെ സിമിലർ ആണ്. ക്രിയേറ്റ് വ്യൂ നെയിം. നമ്മൾ ടേബിൾ ക്രിയേറ്റ് ചെയ്യാൻ ക്രിയേറ്റ് ടേബിൾ നെയിം എന്ന് പറയുന്നത് പോലെ വ്യൂ ക്രിയേറ്റ് ചെയ്യാൻ ക്രിയേറ്റ് വ്യൂ നെയിം. വ്യൂവിൻ്റെ പേര് കൊടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പേര് അല്ലെങ്കിൽ നമ്മുടെ ടേബിളിനോട് സമാനതകളുള്ള ഒരു പേര് കൊടുക്കുക. ആസ് എന്ന കീവേഡ് യൂസ് ചെയ്യുക. ആസ്. അതിനുശേഷം സെലക്ട് കോളം 1, കോളം 2. എത്ര കോളംസ് ആണോ നമ്മുടെ ഒറിജിനൽ ടേബിളിൽ നിന്ന് നമുക്ക് വ്യൂവിലേക്ക് വേണ്ടത് ആ കോളത്തിൻ്റെ എല്ലാം നെയിം സ്പെസിഫൈ ചെയ്യുക. അല്ല നമുക്ക് മുഴുവൻ കോളംസും വേണമെങ്കിൽ സെലക്ട് സ്റ്റാർ ഫ്രം ടേബിൾ നെയിം എന്ന് കൊടുക്കാം. അതിനുശേഷം ഒരു കണ്ടീഷൻ ബേസ് ആയിട്ടാണ് നമ്മൾ നമ്മുടെ വ്യൂ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ വേർ ക്ലോസ് ഉപയോഗിക്കുക. കണ്ടീഷൻ സ്പെസിഫൈ ചെയ്യുക. സെമിക്കോളൻ. ഒരു പ്രാക്ടിക്കൽ ആക്ടിവിറ്റി നോക്കാം. ക്രിയേറ്റ് എ വ്യൂ ഫ്രം ദ എബൌവ് ടേബിൾ containing the details of all employees whose department is education. ഡിപ്പാർട്ട്മെന്റ് എഡ്യൂക്കേഷൻ ആയിട്ടുള്ള എല്ലാ എംപ്ലോയീസിൻ്റെ ഡീറ്റെയിൽസും ഒരു വ്യൂ ആയിട്ട് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ അതിനുള്ള ക്വറി ഇങ്ങനെയാണ് നമ്മൾ എഴുതുക. ക്രിയേറ്റ് വ്യൂ EMP1 എന്നത് വ്യൂവിൻ്റെ പേര്. ആസ് പിന്നെ സെലക്ട് കമാൻഡ് ആണ്. സെലക്ട് സ്റ്റാർ ഫ്രം എംപ്ലോയി നമ്മുടെ ടേബിൾ നെയിം ഒറിജിനൽ ടേബിളിൻ്റെ പേര് എംപ്ലോയി. അതിനുശേഷം കണ്ടീഷൻ കൊടുക്കുക. എന്താണ് കണ്ടീഷൻ? ഡിപ്പാർട്ട്മെന്റ് എഡ്യൂക്കേഷൻ ആയിരിക്കണം അല്ലേ? അപ്പോൾ ഡിപ്പാർട്ട്മെന്റ് ഈക്വൽ ടു
എഡ്യൂക്കേഷൻ. എഡ്യൂക്കേഷൻ എന്ന വാല്യൂ നമ്മൾ സിംഗിൾ കോട്ട്സിലിട്ട് കൊടുക്കുന്നു, സെമിക്കോളൻ. ഇനി നമുക്ക് വ്യൂ എങ്ങനെയാണ് ക്രിയേറ്റ് ആവുന്നതെന്ന് നമുക്ക് നോക്കാം. ക്രിയേറ്റ് വ്യൂ emp1, ക്രിയേറ്റ് വ്യൂ, വ്യൂവിൻ്റെ നെയിം ആസ്, പിന്നെ സെലക്ട് കമാൻഡ്, സെലക്ട് സ്റ്റാർട്ട് ഫ്രം എംപ്ലോയി. എംപ്ലോയി എന്നത് നമ്മുടെ ഒറിജിനൽ ടേബിളിൻ്റെ നെയിം. അടുത്തതായി വർക്ക് ക്ലോസ് യൂസ് ചെയ്യുക. വർക്ക് ക്ലോസിന് ശേഷം കണ്ടീഷൻ സ്പെസിഫൈ ചെയ്ത് കൊടുക്കുക. ഡിപ്പാർട്ട്മെൻറ്റ് ഈക്വൽ ടു എഡ്യൂക്കേഷൻ. എഡ്യൂക്കേഷൻ സിംഗിൾ കോട്ട്സിൽ എൻക്ലോസ് ചെയ്തു, സെമിക്കോളൻ. ക്വറി ഓക്കെ. ഇതിൻ്റെ അർത്ഥം വ്യൂ emp1 ക്രിയേറ്റഡ് ആയി എന്നാണ്. ഈ വ്യൂ emp നമുക്ക് വ്യൂ ചെയ്യണമെങ്കിൽ, അതായത് കാണണമെങ്കിൽ, നമുക്ക് എംപ്ലോയി ടേബിൾ കാണാൻ ഉപയോഗിക്കുന്ന അതേ ക്വറി തന്നെ കൊടുക്കാം. സെലക്ട് സ്റ്റാർ ഫ്രം emp1. വ്യൂവിൻ്റെ നെയിം സ്പെസിഫൈ ചെയ്ത് കൊടുക്കുക, സെമിക്കോളൻ. അപ്പോൾ വ്യൂ ക്രിയേറ്റഡ് ആയി. നമ്മുടെ ഒറിജിനൽ ടേബിളിൽ നിന്നും ഡിപ്പാർട്ട്മെൻറ്റ് എഡ്യൂക്കേഷൻ ആയിട്ടുള്ള റെക്കോർഡ്സ് മാത്രം സെലക്ട് ചെയ്ത് emp1 എന്നൊരു വ്യൂ ആണ് ക്രിയേറ്റഡ് ആയിരിക്കുന്നത്. നെക്സ്റ്റ് നമുക്ക് അസൈൻമെൻറ്റ് ക്വസ്റ്റ്യൻസ് നോക്കാം. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റുഡൻറ്റ് ടേബിൾ. കഴിഞ്ഞ തവണ ചെയ്തിട്ടുള്ള അതേ സ്റ്റുഡൻറ്റ് ടേബിൾ വെച്ച് തന്നെയാണ് നിങ്ങൾ ഇത്തവണയും ഞാൻ അസൈൻമെൻറ്റ് തന്നിരിക്കുന്നത്. എല്ലാവരും സ്റ്റുഡൻറ്റ് ടേബിൾ വരച്ചെടുത്തു എന്ന് വിശ്വസിക്കുന്നു. അസൈൻമെൻറ്റ് ക്വസ്റ്റ്യൻസ് നോക്കാം. ഡിസ്പ്ലേ ദി ടോട്ടൽ മാർക്സ് ഓഫ് സ്റ്റുഡൻസ് ഓഫ് ഈച്ച് ക്ലാസ്. ഓരോ ക്ലാസ്സിലെയും ടോട്ടൽ മാർക്സ് ഡിസ്പ്ലേ ചെയ്യുക. ഡിസ്പ്ലേ ദ ടോട്ടൽ മാർക്സ് ഓഫ് സ്റ്റുഡൻസ് ഓഫ് ഈച്ച് ക്ലാസ് വേർ ടോട്ടൽ മാർക്സ് ഗ്രേറ്റർ ദാൻ 1000. ടോട്ടൽ മാർക്സ് 1000ന് മുകളിലുള്ള എല്ലാ ഡീറ്റെയിൽസും ഡിസ്പ്ലേ ചെയ്യുക. ക്ലാസ്സിലെ ഡീറ്റെയിൽസ് ഡിസ്പ്ലേ ചെയ്യുക. ക്രിയേറ്റ് എ വ്യൂ നെയിം സ്റ്റുഡ്. ഒരു വ്യൂ ക്രിയേറ്റ് ചെയ്യുക, നെയിംഡ് സ്റ്റുഡ് from the student table which contains details of students whose mark less than 400. മാർക്ക് 400ന് കുറവുള്ള എല്ലാ സ്റ്റുഡൻസിൻ്റെ ഡീറ്റെയിൽസും അടങ്ങുന്ന ഒരു സ്റ്റുഡ് എന്ന പേരുള്ള ഒരു വ്യൂ ക്രിയേറ്റ് ചെയ്യാനാണ് മൂന്നാമത്തെ അസൈൻമെൻറ്റ് ക്വസ്റ്റ്യൻ. എല്ലാവരും അസൈൻമെൻറ്റ് എഴുതി വൊക്കേഷണൽ ടീച്ചറിന് സബ്മിറ്റ് ചെയ്യാം. ഇനി നെക്സ്റ്റ് പ്രാക്ടിക്കൽ ക്ലാസ്സിൽ കാണുന്നത് വരെ കേട്ടിരുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും എൻ്റെ സ്പെഷ്യൽ താങ്ക് യു.